നമസ്കാരം. ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗിന്റെ ഫ്രീ ലേണിംഗ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് അമ്മു. ഞാൻ പഠിപ്പിക്കുന്നത് 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ യൂണിറ്റ് 2 പേപ്പർ ബോട്ട്സ് എന്ന് പറഞ്ഞ പാഠമാണ് പഠിച്ചത്. അന്നയെയും ആ ആൺകുട്ടിയെയും ഒക്കെ നമ്മൾ പരിചയപ്പെട്ടു. അതോടൊപ്പം തന്നെ അന്നയുടെ ആൻറ്റിയുടെ പേരെന്തായിരുന്നു ഒന്ന് പറഞ്ഞേ? അതെ, അരുന്ധതി. നല്ലൊരു ആൻറ്റി ആയിരുന്നു അല്ലേ? നിങ്ങൾക്കുണ്ടോ ഇതുപോലെ നല്ലത് മാത്രം പറഞ്ഞു തരുന്ന ആൻറ്റിമാരും അങ്കിൾമാരും ഒക്കെ ഉണ്ടാവും അല്ലേ? നമ്മളെല്ലാം നല്ല കുട്ടികളല്ലേ? അപ്പം ഓഫ് കോഴ്സ് നിങ്ങൾക്കും കാണും. നമ്മുടെ അന്നയെയും അന്നയുടെ ആൻറ്റിയായ അരുന്ധതിയെയും ആ ഫാറ്റ് ബോയ്. പക്ഷേ പിന്നീട് അവർ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്തതായിരുന്നു ആ സ്റ്റോറിയുടെ എൻഡിങ്ങിൽ കണ്ടത് നമ്മൾ അല്ലേ? ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ പേപ്പർ ബോട്ട്സുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ആക്ടിവിറ്റി 1. I load my little boats with a surely flower from our garden. The boy says many things about his hopes, wishes, plans and dreams. Now make sentences about the boy's dreams and hopes by matching the items in the columns meaningfully. ഇവിടെ കണ്ടോ നിങ്ങൾ? ഒരു 3 കോളംസ് ആയിട്ട് കുറച്ച് സെന്റൻസസ് കൊടുത്തിട്ടുണ്ട്. The first column I മാത്രമേ എവിടെയുള്ളൂ. സോ എല്ലാ സെന്റൻസും സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ വെച്ചായിരിക്കും? ഐയിൽ നിന്നായിരിക്കും. ആൻഡ് സെക്കൻഡ് കോളമിൽ ഒരു 4 വേർഡ്സ് ഉണ്ട്. ഫ്ലോട്ട്, ഹോപ്പ്, ബറി, റൈറ്റ്. 4 വേർഡ്സ് ഉണ്ട്. ഈ 4 വേർഡ്സിനെയും ഈ ഐയെയും കണക്ട് ചെയ്ത് ദെൻ ദ തേർഡ് കോളം മൈ ഫേസ് ഇൻ മൈ ആം, മൈ നെയിം ഓൺ ദ പേപ്പർ ബോട്ട്, ദാറ്റ് സംവൺ വിൽ സീ മൈ പേപ്പർ ബോട്ട് ഇൻ ദ സ്ട്രീം. ഈ ഐ, ഈ വാക്കുകൾ, ഈ സെന്റൻസുകൾ ഇതിനെ ചേർത്ത് നമ്മളൊരു മീനിങ് ഫുൾ സെന്റൻസ് ആക്കി മാറ്റണം. ഈ 3 കോളംസിലുള്ള വാക്കുകളെ ചേർത്ത് നമ്മൾ മീനിങ് ഫുൾ സെന്റൻസസ് ആക്കി മാറ്റണം. അതാണ് നമ്മുടെ ആക്ടിവിറ്റിയിൽ പറയുന്നത്. ദെൻ നമുക്ക് നോക്കാം എങ്ങനെ മീനിങ് ഫുൾ സെന്റൻസ് ആക്കി മാറ്റാമെന്ന്. അപ്പോൾ ഫസ്റ്റ് വൺ, എല്ലാ സെന്റൻസും സ്റ്റാർട്ട് ചെയ്യുന്നത് ഐയിൽ നിന്നാണെന്ന് ഞാൻ പറഞ്ഞു. സോ ഫസ്റ്റ് സെന്റൻസ് നമുക്ക് ഐയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഐ ഫ്ലോട്ട്. ആദ്യത്തെ വാക്കായ ഫ്ലോട്ട് എടുത്തു ഞാൻ. ഐ ഫ്ലോട്ട്. എന്തായിരിക്കും ഞാൻ ഫ്ലോട്ട് ചെയ്യുന്നത്? എന്തായിരിക്കും ഞാൻ ഒഴുക്കി വിടുന്നത്? ഓഫ് കോഴ്സ് ഇറ്റ്സ് പേപ്പർ ബോട്ട്സ്. സോ ഐ ഫ്ലോട്ട് മൈ പേപ്പർ ബോട്ട്സ് ഇൻ ദ സ്ട്രീം. And we get the first sentence. I float my paper boat in the stream. ഞാൻ എന്ത് ചെയ്തു? പേപ്പർ ബോട്ട്സ് സ്ട്രീമിൽ ഇങ്ങനെ ഒഴുക്കി വിട്ടു, അരുവിയിൽ ഇങ്ങനെ ഒഴുക്കി വിട്ടു. ആൻഡ് സെക്കൻഡ് സെന്റൻസ് ഓൾസോ സ്റ്റാർട്ട്സ് വിത്ത് ഐ. ഐയിൽ തന്നെയാണ് സെക്കൻഡ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പക്ഷേ രണ്ടാമത് ഫ്ലോട്ട് എടുക്കാൻ പാടുണ്ടോ? ഇല്ല. നമുക്ക് ഹോപ്പിലേക്ക് പോകാം അല്ലേ? ഐ ഹോപ്പ്. ഹോപ്പ് എന്താണ്? പ്രതീക്ഷ. ഞാൻ പ്രതീക്ഷിച്ചു. എന്താ പ്രതീക്ഷിച്ചത്? എന്തെങ്കിലും പേപ്പർ ബോട്ട് ഒഴുകി പോകുമ്പം അല്ലേ നമ്മൾ എന്തായിരിക്കും പ്രതീക്ഷിക്കുന്നത്? അത് ഒഴുകി എവിടെയെങ്കിലും എത്തുമെന്നും അല്ലെങ്കിൽ നമ്മുടെ പേപ്പർ ബോട്ട് മറ്റാരെങ്കിലും കാണുമെന്നും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കാറുണ്ട് അല്ലേ? ഇപ്പൊ നോക്കേ, ഐ ഹോപ്പ് ദാറ്റ് സംവൺ വിൽ സീ മൈ പേപ്പർ ബോട്ട്സ്. ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്താ? ആരെങ്കിലും എൻ്റെ പേപ്പർ ബോട്ട്സ് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ ഹോപ്പ് ദാറ്റ് സംവൺ വിൽ സീ മൈ പേപ്പർ ബോട്ട്സ്. ആൻഡ് ദ തേർഡ് സെന്റൻസ് ഓൾസോ സ്റ്റാർട്ട് വിത്ത് ഐ. ആൻഡ് നമുക്ക് എങ്ങോട്ട് പോകാം? ബറി എന്നുള്ള വേർഡിലേക്ക് പോകാം. ഐ ബറി. എന്താണ് ബറി എന്ന് വെച്ചാൽ? എന്താ? നമ്മളിങ്ങനെ ഉള്ളിലാക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. എന്തിനേയും നമ്മൾ തല ഇങ്ങനെ എന്തിനെങ്കിലും ഉള്ളിലാക്കുക, അങ്ങനെയൊക്കെ ഉള്ള ഒരു മീനിങ് ആണ്. ഐ ബറി മൈ ഫേസ് ഇൻ മൈ ആം. എന്താണ്? എൻ്റെ ഫേസ് എന്ത് ചെയ്യണം? ഞാൻ ഇങ്ങനെ കൈക്കുള്ളിലാക്കി. ഇങ്ങനെ നമ്മൾ കൈക്കുള്ളിലാക്കി ഇങ്ങനെ ഇരിക്കില്ലേ? അപ്പൊ എന്താണ്? എൻ്റെ ഫേസ് ഞാൻ എൻ്റെ കൈക്കുള്ളിലാക്കി. ഐ ബറി മൈ ഫേസ് ഇൻ മൈ ആം. നമുക്കിതിനെ ഇങ്ങോട്ട് കൊണ്ടുപോവാം, മാച്ച് ചെയ്യിക്കാം. ദെൻ ദ ലാസ്റ്റ് വേർഡ് ഐ റൈറ്റ്. ഐ റൈറ്റ്. എന്താ ഞാൻ എഴുതിയത്? ബോട്ടിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? നോക്കാം. എന്താ എഴുതിയത്? ഐ റൈറ്റ് മൈ നെയിം ഓൺ ദ പേപ്പർ ബോട്ട്. ഞാൻ എന്ത് എഴുതി? പേപ്പർ ബോട്ടിൽ എൻ്റെ പേര് എഴുതി. അപ്പൊ ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ മനസ്സിലാക്കട്ടെ, ഇത് ഇങ്ങനെ ഒരാളുടെ പേപ്പർ ബോട്ട് ആണെന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു? എൻ്റെ പേര് എഴുതി. ഐ റൈറ്റ് മൈ നെയിം ഓൺ ദ പേപ്പർ ബോട്ട്. അപ്പൊ നമ്മൾ 4 സെന്റൻസ് ഉണ്ടാക്കി കഴിഞ്ഞു. നമുക്കൊന്ന് വായിക്കാതെ. ഐ ഫ്ലോട്ട് മൈ പേപ്പർ ബോട്ട് ഇൻ ദ സ്ട്രീം. ഐ ഹോപ്പ് ദാറ്റ് someone will see my paper boats. I bury my face in my arm. I write my name on the paper boat. Keep moving to the next activity. Read the following sentences. Write the word opposite in meaning to the word underlined in the space provided. Complete the puzzle using the words. അപ്പോ എന്താണ്? ഇവിടെ കുറച്ച് സെന്റൻസസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ along with the sentences അവിടെ കുറച്ച് ബ്ലാങ്ക് സ്പേസും കൊടുത്തിട്ടുണ്ട് അല്ലേ? അവിടെ നമ്മളാണ് ഫില്ല് ചെയ്യേണ്ടത്. എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്? ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് വേർഡ് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഫില്ല് ചെയ്യാൻ. ഇപ്പൊ വേണ്ടേ
ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ആദ്യത്തെ സെന്റൻസ് നമുക്കൊന്ന് വായിക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, അന്ന ഈസ് സ്മോൾ. അന്ന എന്തായിരുന്നു? സ്മോൾ ആണ്. സോ ദ ഫസ്റ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ ഈ സ്മോൾ എന്നുള്ള വേർഡാണ് ഫസ്റ്റ്. അന്ന ഈസ് സ്മോൾ. ഈ സ്മോൾ, ചെറുത് എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ്, വിപരീത പദം ഉപയോഗിച്ച് വേണം നമ്മൾ ഈ ബ്ലാങ്ക് സ്പേസ് ഫില്ല് ചെയ്യാൻ. സ്മോൾ എന്ന വാക്കിന്റെ വിപരീത പദം എന്തായിരിക്കും? സ്മോൾ എന്ന് പറഞ്ഞ വാക്കിന്റെ വിപരീത പദം ചെറുത് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയാ? വലുത്. സ്മോൾ, ബിഗ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ബിഗ്. ബിഗ് അല്ലേ ഞാനിവിടെ എഴുതിയിരിക്കുന്നത്? യെസ്. ദ സെക്കൻഡ് സെന്റൻസ്, അന്ന ലേൺ ഡാഷ് ഹാബിറ്റ്സ് ഫ്രം ഹർ ആണ്ട്. ഷി ഡസൻറ്റ് ലൈക്ക് ബാഡ് ഹാബിറ്റ്സ്. അന്ന എന്താണ്? എന്തോ ഒന്ന് ആൻറ്റിയിൽ നിന്ന് പഠിച്ചു. ആൻറ്റിക്ക് എന്ത് ഇഷ്ടമല്ല? ബാഡ് ഹാബിറ്റ്സ് ഇഷ്ടമല്ല. അപ്പോ ദിസ് ഈസ് ദ വേർഡ് ബാഡ്. ബാഡ് എന്ന് പറഞ്ഞ വാക്കിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ബാഡ്, മോശമായത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? നല്ലത്. യു ആർ എ ഗുഡ് ബോയ് എന്ന് നമ്മൾ പറഞ്ഞാൽ നീ ഒരു നല്ല കുട്ടിയാണ് അല്ലേ? അപ്പൊ ഗുഡ് എന്നുള്ളതാണ് ബാഡിന്റെ ഓപ്പോസിറ്റ്. അത് ഉപയോഗിച്ച് നമ്മൾ ഈ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്തു. നോക്കേ, അന്ന ലേൺ ഗുഡ് ഹാബിറ്റ്സ് ഫ്രം ഹർ ആണ്ട്. ഷി ഡസൻറ്റ് ലൈക്ക് ബാഡ് ഹാബിറ്റ്സ്. ഓക്കെ, ദ തേർഡ് വൺ, Anna's father started for his office at dawn and returned home at dusk. ഇപ്പൊ എന്താണ് ഈ ഡെസ്ക് എന്നുള്ള വാക്കാണ്? ഡെസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്ന ബെഞ്ചും ഡെസ്കും ആണോ? ആ ഡെസ്ക് അല്ല കേട്ടോ. എന്താണ്? Anna's father started for his office at dawn and returned home at dusk. അപ്പൊ ഇവിടെ ഡെസ്ക് എന്ന് പറഞ്ഞ വാക്കിന്റെ ഓപ്പോസിറ്റ്, ഡെസ്ക് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ സന്ധ്യാസമയം, വൈകുന്നേരം. അപ്പോ വൈകുന്നേരം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. നിങ്ങൾ രാവിലെ സ്കൂളിൽ പോയിട്ട് എപ്പോഴാണ് വരുന്നത്? വൈകുന്നേരം അല്ലേ വരുന്നത്? അപ്പോൾ രാവിലെയുടെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? രാത്രി അല്ലെങ്കിൽ വൈകുന്നേരം എന്ന് നമുക്ക് പറയാം. സോ ഡസ്ക് എന്ന് പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? രാവിലെ. രാവിലെ എന്ന് പറഞ്ഞാൽ ഡോൺ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അന്നാസ് ഫാദർ സ്റ്റാർട്ടഡ് ഫോർ ഹിസ് ഓഫീസ് അറ്റ് ഡോൺ ആൻഡ് റിട്ടേൺ ഹോം അറ്റ് ഡസ്ക്. അപ്പം ഡസ്കിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഡോൺ. DAWN. The boy launched his boats during the day. He dreamed about it all dash. ബോയ് എന്ത് ചെയ്തു? പകൽ, ഡേ ടൈമിൽ, പകൽ സമയത്ത് അവന്റെ ബോട്ട് ഒഴുക്കി വിട്ടിട്ട് എന്ത് ചെയ്തു? He dreamed about it at. അവൻ അതിനെക്കുറിച്ച് സ്വപ്നം കണ്ടു. എപ്പോ കണ്ടു? അപ്പോൾ ഡേ എന്ന് പറഞ്ഞ വാക്കാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് പകല് ബോട്ട് ഒഴുകി വിട്ടിട്ട് എപ്പോഴായിരിക്കും അവൻ സ്വപ്നം കണ്ടിട്ടുണ്ടാവുക? നമ്മൾ എപ്പോഴാണ് സ്വപ്നം കാണുന്നത്? ഉറങ്ങുമ്പം. എപ്പോഴാണ് നമ്മൾ ഉറങ്ങുന്നത്? അതെ, രാത്രി. രാത്രിക്ക് എന്താ നമ്മൾ പറയാ? ഇറ്റ്സ് നൈറ്റ് അല്ലേ? ഓക്കെ, അപ്പം ഡേയുടെ ഓപ്പോസിറ്റ് എന്താണ്? നൈറ്റ്. നൈറ്റ് ഉപയോഗിച്ച് നമുക്ക് ഈ വേർഡ് കംപ്ലീറ്റ് ചെയ്യാം. ദ ബോയ് ലോഞ്ച്ഡ് ഹിസ് ബോട്ട്സ് ഡ്യൂറിംഗ് ദ ഡേ. ഹി ഡ്രീംഡ് അബൌട്ട് ഇറ്റ് അറ്റ് നൈറ്റ്. അടുത്ത അഞ്ചാമത്തെ, ദ ബോയ് പുൾഡ് ദ ബോട്ട്. അന്ന ബിക്കെയിം സാഡ് ആൻഡ് മെയ്ഡ് ബോട്ട്സ്. അന്ന ബിക്കെയിം ഡാഷ്. എന്താണ്? ബോയ് ആ ബോട്ടെല്ലാം മുക്കിക്കളഞ്ഞപ്പം അന്നയ്ക്ക് എന്ത് തോന്നി? സങ്കടം തോന്നി. സോ ഹിയർ ഇസ് എ വേർഡ് സാഡ്. ആൻറ്റി ബോട്ട് ഉണ്ടാക്കി കൊടുത്തപ്പോഴോ വീണ്ടും അവർക്ക് സങ്കടമാണോ തോന്നിയത്? അല്ല, സന്തോഷം തോന്നി. ഇപ്പൊ സാഡ്, സങ്കടം. അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? സന്തോഷം. സന്തോഷത്തിന് എന്താ നമ്മൾ പറയുന്നത്? ഹാപ്പി. ഇപ്പം സാഡ് എന്ന് പറഞ്ഞ വാക്കിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഇറ്റ്സ് ഹാപ്പി. അപ്പൊ അതേ നമ്മൾ ഹാപ്പി എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ച് ഇത് കംപ്ലീറ്റ് ചെയ്തു. The boy pulled the boat. Anna became sad and made boats. Anna became happy. ഇനി നമുക്ക് ഈ വാക്കുകൾ ഉപയോഗിച്ചതാണ്ട് ഈ ഒരു പസിൽ കംപ്ലീറ്റ് ചെയ്താലോ? ഒന്ന് ബിഗ് ആണ് അല്ലേ? ഇപ്പൊ ബിഗ് ഉപയോഗിച്ച് നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാം. BIG. രണ്ട്, അന്ന ലേൺ ഗുഡ്. ഇപ്പം GOOD, ഗുഡ്. ഓക്കെ, അന്നാസ് ഫാദർ സ്റ്റാർട്ടഡ് ഫോർ ഹിസ് ഓഫീസ് അറ്റ് ഡോൺ. D ഇവിടെ ഉണ്ട്. AWN മാത്രം ഇട്ടാൽ മതി. ഓക്കെ, then the boy launched his boats during the day. He dreamed about it at night. N already ഇവിടെ ഉണ്ട്. നമുക്ക് ബാക്കി ലെറ്റേഴ്സും കൂടി ഇവിടെ ആഡ് ചെയ്ത് കൊടുത്ത് കംപ്ലീറ്റ് ചെയ്യാം. The boy pulled the boat. Anna became sad and made boats. Anna became happy. അപ്പം സാഡിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഹാപ്പി. ഹിയർ ഇസ് H and HAPPY. അങ്ങനെ നമ്മൾ പസിൽ കംപ്ലീറ്റ് ചെയ്തു. മനസ്സിലായോ? ഇപ്പൊ ഇവിടെ കുറച്ച് ഓപ്പോസിറ്റ്സ് ഉണ്ട്, നമുക്കിത് പഠിക്കാം. സ്മോൾ ഓപ്പോസിറ്റ് എന്താണ്? ബിഗ്. Bad, good. Dusk, dawn, day, night, sad, happy. Then moving to the next activity. It's 3. ഇവിടെ നോക്കൂ.
ഇത് നിങ്ങൾക്ക് സ്വയം ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റി ആണ് കേട്ടോ. ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. Anna's paper boat sailed through several places and saw many things. Read how Anna's paper boat describes his experience. അപ്പോൾ അന്ന പേപ്പർ ബോട്ട് ഒഴുക്കി വിട്ടില്ലേ, അതിങ്ങനെ ഒഴുകി ഒഴുകി ഒരുപാട് സ്ഥലങ്ങളിൽ ചെന്നു, ഒരുപാട് കാര്യങ്ങൾ കണ്ടു, നല്ല നല്ല കാഴ്ചകളൊക്കെ ആസ്വദിച്ചു. അപ്പോൾ അവൻ എന്ത് ചെയ്യാണ്, ആ പേപ്പർ ബോട്ട് ആ യാത്ര എന്ന് പറയുകയാണ്. അവൻ കണ്ട കാര്യങ്ങൾ, അവൻ അനുഭവിച്ച കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കുകയാണ്. എങ്ങനെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? Okay, I am a paper boat Anna's aunt made me. One day, Anna pushed me into a stream. I sailed along the stream. I saw many things. Flowering plants danced on the shore. A frog pounced on me. Thank God I was not overturned. അപ്പോൾ എന്താണ്, ഞാനൊരു പേപ്പർ ബോട്ടാണ്. ആം എ പേപ്പർ ബോട്ട്. Anna's aunt made me. അന്നയുടെ ആൻറ്റിയാണ് എന്നെ ഉണ്ടാക്കിയത്. One day, Anna pushed me into a stream. ഒരു ദിവസം അന്ന എന്നെ കൊണ്ട് എന്ത് ചെയ്തു, വെള്ളത്തിലിട്ടു, വെള്ളത്തിലൂടെ ഒഴുക്കി വിട്ടു. I sailed along the stream. ഞാൻ എന്ത് ചെയ്തു, സ്ട്രീമിലൂടെ ഇങ്ങനെ ഒഴുകിപ്പോയി. I saw many things. ഞാൻ ഒരുപാട് കാര്യങ്ങൾ കണ്ടു. Flowering plants dance on the shore. ഞാനിങ്ങനെ അരുവിലൂടെ ഒഴുകുമ്പോൾ എന്താ, കരയിലിരുന്ന് നല്ല പൂക്കളൊക്കെ ഇങ്ങനെ ചെടിയിൽ നിന്ന് ഡാൻസ് കളിക്കുന്നത് ഞാൻ കണ്ടു. A frog pounced on me. ഒരു ഫ്രോഗ് എന്താണ്, ഒരു തവള എന്താ, അത് എൻ്റെ ദേഹത്തേക്ക് ചാടി. ഷോ താങ്ക് ഗോഡ്. ഇതാണ്, ദൈവത്തിന് നന്ദി. ഐ വാസ് നോട്ട് ഓവർടേൺഡ്. ഞാൻ എന്താ, മുങ്ങിപ്പോയില്ല. എന്തായാലും തവള വന്ന് ചാടി വീണിട്ടൊന്നും ഞാൻ എന്ത് ചെയ്തില്ല, മുങ്ങിപ്പോയില്ല. ബിക്കോസ് ഐ എം സ്ട്രോങ്. അത്ര സ്ട്രോങ് ആണല്ലേ അന്നയുടെ പേപ്പർ ബോട്ട്. നോക്കാം. ഹാവ് യു ഹാഡ് എനി സച്ച് എക്സ്പീരിയൻസ് വൈൽ ട്രാവലിംഗ്? റൈറ്റ് അബൌട്ട് ഇറ്റ്. ഇതിപ്പോ നമ്മുടെ പേപ്പർ ബോട്ടിന്റെ എക്സ്പീരിയൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ വൈൽ ട്രാവലിംഗ്? എപ്പോഴാണ്, യാത്ര ചെയ്യുമ്പോൾ. കീപ് ഇൻ മൈൻഡ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വെൻ യു റൈറ്റ്. നിങ്ങൾ എഴുതുമ്പോൾ ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഒക്കെ അതിൽ ഉൾപ്പെടുത്താൻ നോക്കുക. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ്? വേർ ഡിഡ് യു ഗോ? നിങ്ങൾ എവിടെയാണ് പോയത്? വെൻ ഡിഡ് യു ഗോ? നിങ്ങൾ എപ്പോഴാണ് പോയത്? ഹു വേ വിത്ത് യു? ആരൊക്കെ ഉണ്ടായിരുന്നു കൂടെ? വാട്ട് ഡിഡ് യു സീ ഓൺ ദ വേ? പോകുന്ന വഴിക്ക് നിങ്ങൾ എന്തൊക്കെ കണ്ടു? വാട്ട് ഫുഡ് ഡിഡ് യു ഹാവ്? എന്ത് ഫുഡാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ കഴിച്ചത്? വിച്ച് സൈഡ് ഡിഡ് യു ലൈക്ക് ദ മോസ്റ്റ്? നിങ്ങൾ പോയതിൽ കണ്ടത് കാഴ്ചകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ച എന്തായിരുന്നു? ഹൗ ഡിഡ് യു ഗോ? ബൈ ബസ് ഓർ ബൈ ട്രെയിൻ? എങ്ങനെയാണ് നിങ്ങൾ പോയത്? ബസ്സിലാണോ ട്രെയിനിലാണോ? ഹൗ വാസ് എ ട്രിപ്പ്? എങ്ങനെയുണ്ടായിരുന്നു ആ യാത്ര? ഇത്രയും ചോദ്യങ്ങളുടെ ഉത്തരം എഴുതിയാൽ മതി, അതൊരു യാത്രാ വിവരണമായി കഴിഞ്ഞു. നിങ്ങൾ പോയിട്ടുള്ള ഒരു സ്ഥലത്തെക്കുറിച്ച് ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ വരുന്ന രീതിയിൽ ഒന്ന് എഴുതി നോക്കൂ. നമുക്കൊരു മനോഹരമായ ട്രാവലോഗ്, ഒരു യാത്രാ വിവരണം കിട്ടും. തുടർന്നുള്ള ആക്ടിവിറ്റീസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.